നമസ്കാരം. രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരുകൾ കാര്യങ്ങൾ വേണ്ടുവണ്ണം ചെയ്യാതിരുന്നാൽ കോടതി ഇടപെടൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത്തരത്തിൽ എക്കാലത്തും എപ്പോഴും കോടതിക്ക് ഇടപെടേണ്ടി വരുന്നൊരു സാഹചര്യം ആ നാട്ടിൻ്റെ ദയനീയ അവസ്ഥയാണ് വാസ്തവത്തിൽ സൂചിപ്പിക്കുന്നത്. കാരണം ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാർ ഒരുപക്ഷെ അവരുടെ ഭരണം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങൾ വളഞ്ഞ വഴിയിൽ കൂടി ചെയ്യുന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് കോടതി ചില തീരുമാനങ്ങൾ സ്വമേധയാ കേസെടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരാതികളായി മുന്നിൽ വരുന്നത് കോടതി ഉറച്ച നിലപാടെടുക്കുന്നത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് തമിഴ്നാട് സർക്കാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരാതി സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തപ്പെട്ടിരുന്നു. അതായത് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനെതിരെ ആണ് ഈ ഒരു പരാതി പല കോടതികൾക്ക് ഒടുവിൽ ഇത് സുപ്രീം കോടതിയിൽ എത്തപ്പെട്ടത്. ഇവിടെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊടുന്നവരെ ആലോചിച്ച് നോക്കുമ്പോൾ ബാങ്കിൽ 2000, 3000, 5000 രൂപ ഇട്ടുകൊണ്ടിരുന്ന ഒരു പ്രവണതയാണ് വരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ വിശേഷിച്ച് കേരളീയരെ സംബന്ധിച്ചിട്ട് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് തന്നെ ഈ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ചാടി ആ കടയിൽ കയറും. അപ്പോൾ ഈ സ്വാഭാവികമായി നമ്മുടെ ഈ സൗജന്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഫ്രീബീസ് ഒരിക്കലും മനുഷ്യന് ഗുണകരമല്ല. അപ്പോൾ അത് പറയേണ്ടി വന്നത് കോടതിക്കാരാണ്. നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ, ഒരു സർക്കാർ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒരു സൗജന്യം പ്രഖ്യാപിച്ച് പോയാൽ സ്വാഭാവികമായിട്ടും മറ്റൊരു ഫോഴ്സ്ഡ് ആവും. ഇവിടെ ഉള്ളത് പ്രബലമായ ഏത് മുന്നണിക്കും ഇതിനൊരു ഒരു സമ്മർദ്ദം ഉണ്ടാകും. ആ സമ്മർദ്ദത്തിനൊടുവിൽ മറ്റെന്തെങ്കിലും എവരെ കവച്ചു വയ്ക്കുന്ന മറ്റൊരു സൗജന്യം പ്രഖ്യാപിക്കാൻ ആ മറ്റൊരു മുന്നണി തയ്യാറാവും. സ്വാഭാവികമായിട്ടും ഭരണത്തിൽ ഏറാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന പക്ഷം ഇനി ഒരിക്കലും നൽകാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ മറ്റ് ചില മുന്നണികളും നൽകും. ഇങ്ങനെ ഒരു പരമ്പരയായി നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, 2014 മുതൽ BJP സർക്കാർ ഭരണത്തിൽ വരികയും ഇത് മൂന്നാമത്തെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിജിറ്റലി കൈമാറ്റം ചെയ്യപ്പെടാവുന്ന കാര്യങ്ങൾ ഇവർ വരുന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ എങ്കിലും ഏറ്റവും ഒടുവിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും വികസനത്തിനെ ബാധിക്കുന്ന വളരെ ഗൗരവകരമായ ഈ സൗജന്യ പ്രഖ്യാപനങ്ങൾ BJP നടത്താറുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് ഇപ്പോഴും അത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നവർ ഏറെയാണ്. പക്ഷേ അതിന്മേൽ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ അടിയന്തരമായൊരു തീരുമാനം ഇപ്പോൾ തന്നെ കോടതി ഇടപെട്ട് കഴിഞ്ഞു. ഇതിനകത്ത് കോടതി ഇടപെട്ടത് സ്റ്റാലിൻ്റെ കേസിലാണെങ്കിൽ കൂടിയും സംസ്ഥാനങ്ങൾക്കുള്ള ഒരു നിർദ്ദേശം കൂടിയായിട്ട് ഇത് നാളെ ഉറപ്പായും വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സൗജന്യങ്ങൾ ഏത് തരത്തിലൊക്കെയാണ് നമ്മുടെ രാജ്യം വളരെ പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടി നീക്കിയിരിക്കേണ്ടുന്ന തുക, ആ തുകയാണ് വാസ്തവത്തിൽ നമ്മളെടുത്ത് ഈ സൗജന്യങ്ങൾ പേര് കൊടുക്കുന്നത്. സൗജന്യങ്ങൾ പ്രഖ്യാപിക്കരുത് എന്നല്ല ഇതിനർത്ഥം. അതായത് ദാരിദ്ര്യം, അതിദാരിദ്ര്യം, ആരോഗ്യ പരിപാലനം, ചികിത്സ, വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങൾക്ക് അനിവാര്യമായ ഘട്ടങ്ങളിൽ അത് എത്തേണ്ട കരങ്ങളിലേക്ക് എത്തിപ്പെടേണ്ട രീതിയിൽ എത്തിക്കാൻ സംസ്ഥാന സർക്കാരുകൾ ബാധ്യസ്ഥരാണ്. അവർക്കുള്ള സൗജന്യങ്ങൾ ഉറപ്പായും പ്രഖ്യാപിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് ഈ സൗജന്യങ്ങൾ നാട്ടിലെ എല്ലാ പേർക്കും വാരി വിതരണം ചെയ്യുന്നത് ഒരു പക്ഷേ ഇപ്പം എത്രയോ തവണ ഈ സൗജന്യങ്ങൾ ക്ഷേമ പെൻഷൻ പോലും നമ്മൾ കണ്ടു. നല്ല ജോലിയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ കൂടിയും അവർ ഈ സൗജന്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മോദി സർക്കാർ ഉദാഹരണത്തിന് മോദി സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ഈ ഗ്യാസിൻ്റെ സബ്സിഡി എടുത്തു കളഞ്ഞപ്പോൾ തന്നെ ഈ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളിൽ പോലും കണ്ണീരായിരുന്നു. ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സൗജന്യം അത് പൊടുന്നിറങ്ങി നിർത്തലാക്കുമ്പോൾ അവിടെ തന്നെ മോദിയെ കുറ്റം പറച്ചിലായി, ബഹളങ്ങളായി, വോട്ട് കൊടുക്കില്ല, ഇങ്ങനെ പല പല കാര്യങ്ങളായി. അതിന് നമ്മൾ വളരെ ക്രിയാത്മകമായി അവിടെ ഒരു ചിന്ത വേണം. എനിക്കിത് വേണ്ടതുണ്ടോ, ഇത് വേണ്ടത് മറ്റാർക്കെങ്കിലുമാണോ എന്നൊരു ചിന്തയാണ് വാസ്തവത്തിൽ വയ്ക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്ത മനുഷ്യ മനസ്സിലേക്ക് കുത്തിവെക്കാൻ ഘട്ടം ഘട്ടമായിട്ടെങ്കിലും BJP കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തയ്യാറാവാനുള്ള സാധ്യത ഈ വിധിയുടെ അടിസ്ഥാനത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. ഇവിടെ സംഭവിക്കുന്നവർ നമുക്ക് ഈ പറഞ്ഞല്ലോ, വികസനത്തിന് ഉപയോഗിക്കുന്ന മൂലധന നിക്ഷേപം വളരെ കൃത്യമായി തന്നെ ഒരു കുറവ് വരും. അത് മാത്രമല്ല, മനുഷ്യൻ ഇങ്ങനെ വിനിയോഗിക്കപ്പെടേണ്ടുന്ന പൈസ നല്ല ചില റോഡിന് വേണ്ടി അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള പൈസ എല്ലാം ഒരു നീക്കിയിരിപ്പ് കാണില്ല. ഇങ്ങനെ എടുത്ത് സൗജന്യം പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ രാജ്യം ഒരു പ്രത്യേക പോയിന്റിലെത്തി നിൽക്കും. അവിടെ സാമ്പത്തികമായ അച്ചടക്കമില്ലാത്തയും ഒരു സുസ്ഥിരമായ ഒരു അവസ്ഥ ഇല്ലാത്ത ഒരു ഘട്ടം വരും. അപ്പോൾ സാമ്പത്തിക അനിശ്ചിതത്വം വരും.
ഈ അനിശ്ചിതത്വത്തിന്റെ വേളയിൽ നിന്നുകൊണ്ട് ഇവരെ 5 10 വർഷം ഭരിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോകും. ഒരു ഘട്ടത്തിൽ രാജ്യം വലിയ കടബാധ്യതയിലേക്ക് ഊഴ്ന്നിറങ്ങാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. മാത്രമല്ല, ഇത് എന്നെയും നിങ്ങളെയും കേവലം മടിയന്മാരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയും കൂടിയാണ്. കാരണം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ, ഞാനിങ്ങനെ കൈനീട്ടി വാങ്ങിക്കുന്നു, 1000 രൂപയെങ്കിൽ 1000 രൂപ, 1500 1500 ഇത് കൊടുക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 5000 വരെയൊക്കെ തുക നീട്ടിട്ടുണ്ട്. ഇത് ചില ലാപ്ടോപ്പായി നമ്മുടെ മുന്നിലെത്താം, സാരിയായിട്ടെത്താം. പണ്ടൊക്കെ അത് ഉണ്ടായിരുന്നു. ഈ പറയുന്ന തമിഴ്നാട്ടിൽ തന്നെ ഇത് വലിയ തോതിലുണ്ടായിരുന്നു. സാരിയായിട്ടെത്താം, ഭക്ഷണമായിട്ടെത്താം, ഇലക്ഷൻ കഴിയുന്നവരെയുള്ള പല പല സൗജന്യ വാഗ്ദാനങ്ങളെ നമ്മുടെ പോക്കറ്റുകളിലേക്ക് എത്താം. ഇതൊക്കെ ചെയ്തിരുന്ന നാടാണ്. ഈ സാരി വാങ്ങിക്കാൻ പോയി തിക്കും തിരക്കിൽ എത്രയോ പേര് മരിച്ച വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഇത് മനുഷ്യന്റെ ചില ദൗർബല്യങ്ങളെ പിടിച്ച് വോട്ടാക്കി മാറ്റാനുള്ള സംഭവമാണ്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയം ഞാൻ പറഞ്ഞു തരാം. കാരണം വെച്ചാൽ എൻ്റെയും നിങ്ങളുടെ ഈ തോട്ട് പ്രോസസ്സിനെ ഇത് ബാധിക്കും വല്ലാതെ. തോട്ട് പ്രോസസ് ഇൻ ദ സെൻസ്, ഞാൻ ആർക്കാണ്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ആർക്കാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത്? ഞാൻ ജീവിക്കുന്ന സമൂഹം, ആ സാമൂഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുന്നു, ഇത്തവണ എൻ്റെ വോട്ട് എക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഞാൻ വോട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ട്യൂൺഡാണ്. എൻ്റെ തലച്ചോറ് ട്യൂൺഡാണ്. എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അത് എൻ്റെ ചിന്താശേഷിയുടെ ഒരു വിശകലന ബുദ്ധിയിൽ ഞാൻ തീരുമാനം എടുക്കുകയാണ്. എനിക്ക് വോട്ട് ഇന്ന പാർട്ടിക്ക് ഞാൻ കൊടുക്കാം എന്ന തീരുമാനം എടുത്ത് നിൽക്കുമ്പോഴായിരിക്കും എനിക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് താനും എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിന് താഴെയല്ലെന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളിൽ ചിലർക്ക് ഇങ്ങനെ നമ്മൾ ട്യൂൺഡ് ആവുന്ന വേളയിലായിരിക്കും ഒരു വലിയ സൗജന്യം പറയുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് റേഷൻ മുഴുവൻ ഫ്രീ, ഇങ്ങനെ നല്ല വാഗ്ദാനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അന്നുവരെ ഞാൻ വച്ചിരുന്ന ആ ചിന്തയിൽ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം അത് പെട്ടെന്ന് പൊടുന്നവേ ഒരു യൂട്ടേണിലേക്ക് പോകും. അപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ്സിനെയും അത് ഗൗരവമായി ബാധിക്കും. എൻ്റെ അപ്പോൾ അതിനെ പോലും മാറ്റാൻ കെൽപ്പുള്ള ഒന്നാണ് ഈ സൗജന്യങ്ങൾ, വിശേഷിച്ചും കേരളത്തിലാണെങ്കിൽ ഉറപ്പായും. അപ്പോൾ അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതെന്ന് പറയും നമ്മുടെ ചിന്താശക്തിയും അങ്ങനെ ബാധിക്കും. പിന്നെ ഈ ആശ്രിത മനസ്സ് നമുക്കുണ്ടാവും. ഇപ്പം ഒരാൾ എനിക്ക് നിത്യേന രാവിലത്തെ ആഹാരം, ഉച്ചയ്ക്ക് ആഹാരം, എന്തെങ്കിലുമൊക്കെ സൗജന്യങ്ങൾ ഒരാൾ നിത്യേന ചെയ്തു തരുന്ന ഒരാളുണ്ട് എങ്കിൽ ഇയാളെ കാണുമ്പോൾ എനിക്കൊന്ന് ബഹുമാനിക്കാതെ പോകാനോ സേനം പ്രകടിപ്പിക്കുക പോകാനോ അയാളൊരു കാര്യം പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കാതിരിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല. ഒരു ആശ്രിത മനോഭാവം കൂടി നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇത് വളരെ മോശപ്പെട്ടതാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് അവനവൻ്റെ എന്താണ് അവനവൻ്റെ കർത്തവ്യത്തിലും അവനവൻ്റെ ജോലി ചെയ്യാനുള്ള ഒരു തുറയിലും അത് വരുമാനം ഉണ്ടാക്കാണ്ട് നേട്ടം ഉണ്ടാക്കേണ്ടുന്ന ആ പ്രായത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു അവനെ മയക്കി കിടത്തുന്ന, അവൻ്റെ മനസ്സിനെ ബാധിക്കുന്ന, അവൻ്റെ തലച്ചോറിനെ ബാധിക്കുന്ന, അവൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഇത്തരം സൗജന്യവാദങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആശ്രിത മനോഭാവം വരും. അവൻ ആലസ്യത്തിലേക്ക് പോകും. ഇനി ഇത് കിട്ടാതിരുന്നാൽ അവൻ വയലൻ്റ് ആവും. കിട്ടാതിരിക്കും. അത് സ്വാഭാവികമായിട്ടും അതിന് വളരെ തീവ്രമായ ഒരു പ്രതിക്രിയയായിരിക്കും അവൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്നത്. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അത്. നമ്മുടെ ഈ സൗജന്യ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്, ഈ കോടതി ഇത്രയും നാളെ ഇത് ഒരുപക്ഷെ കോടതിയുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ. കോടതിക്ക് സ്വമേധയാ കേസെടുക്കേണ്ട ഒരു സംഭവമാണിത്. ഒരുപക്ഷെ അത് സംസ്ഥാന സർക്കാർക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും കോടതി ഇത്തരത്തിലൊരു കേസെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം കോടതി സ്വമേധയാ ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലാത്തത്. പക്ഷേ പരാതിയായി അവർക്ക് മുന്നിൽ എത്തുമ്പോൾ കോടതിക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, സുപ്രീം കോടതിയുടെ ഈ ഒരു ഇടപെടൽ കൂടി നാളെകളിൽ ഉണ്ടാകാനുള്ള പക്ഷേ ഈ ഒരു ഉത്തരവിൽ കൂടി തന്നെ മോദി സർക്കാരിന്, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് പോലും ഒരു കണ്ണുറപ്പിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് വേണമോ വേണ്ടയോ, ഈ തുക ഇങ്ങനെ വിനിയോഗിക്കേണ്ടതുണ്ടോ, എടുത്തു എങ്കിൽ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ പഴുതുകൾ വച്ചിട്ട് വളരെ കൃത്യമായി തന്നെ ഇത് ഇനിയും പ്രഖ്യാപിക്കാനുള്ള സാധ്യത എന്ന് എൻ്റെ ഉള്ളു പറയുന്നു. കാരണം ഒരു വിദ്യാർത്ഥിക്ക് ഒരു ടാബ് കൊടുക്കുമ്പോൾ കുറ്റം പറയാൻ പറ്റുമോ? ഒരു സൈക്കിള്, അവൻ സ്കൂളിലേക്ക് പോകാനായിട്ടൊരു സൈക്കിൾ കൊടുക്കുന്നു, കുറ്റം പറയാൻ പറ്റുമോ? അതിനുള്ള പഴുതുകൾ നമ്മുടെ സംവിധാനങ്ങൾ തന്നെ കാണും, നമ്മുടെ സർക്കാരുകൾ തന്നെ കാണും. കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അതിന് നമ്മുടെ നിയമങ്ങൾക്ക് പല പഴുതുകളുണ്ട്. ആ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വോട്ട് തട്ടാനുള്ള സൗജന്യം പ്രഖ്യാപനങ്ങൾ ഇനിയും ഉണ്ടായിക്കാനിടയുണ്ട്. അത് വാസ്തവത്തിൽ കൃത്യമായൊരു മാനദണ്ഡങ്ങളാണ് വേണ്ടത്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഈ ഒരു സാഹചര്യത്തിൽ അവരെങ്കിലും മാറി നിൽക്കണം. സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിക്കണം. പലപ്പോഴും പല എന്താണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നേതാക്കൾ പോലും ഇതിൽ നിന്നും പുറംതിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കിട്ടുന്നത്. സന്തോഷം, എനിക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള ചിന്തയാണ്. എനിക്ക് 10 വോട്ട് കിട്ടുകയല്ലേ, അത് ഈ സർക്കാരിൻ്റെ സൗജന്യ പ്രഖ്യാപനം വഴിയാണെങ്കിൽ അത് അത്രയും ജോലി എനിക്ക് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. അതല്ല ശരി. ഇതിൻ്റെ രാജ്യ താല്പര്യങ്ങൾക്ക് ബലികഴിപ്പിച്ചുകൊണ്ടാണ് ഈ സൗജന്യങ്ങൾ കൊടുക്കുന്നത്. രാജ്യത്തിന് വേണ്ടി നിക്ഷേപിക്കപ്പെടേണ്ടുന്ന മൂലധന സാമ്പത്തികമാണ് ഇങ്ങനെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നെങ്കിലും പൈസ ഉണ്ടാക്കും. ഇത് കഴിയുമ്പോൾ ഇത് കൊടുക്കാൻ കഴിയാതെ നട്ടം തിരിയും.
അത്രയും വലിയ വാഗ്ദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പല സർക്കാരിലും അങ്ങനെയാണ്. ഇപ്പൊ ബീഹാറിലും ഇങ്ങനെ ഒരുപാട് കൊടുത്തു. ഇതിന്റെ പേരിലാണ് മനുഷ്യന്റെ മനസ്സിളകി പോകുന്നത്. എല്ലാവരുടെ പൈസയാണ്, ആരുടെ മനസ്സ് കളവും. അത് 5000 ആകട്ടെ 5 രൂപയാകട്ടെ. അപ്പോൾ അത്ര നിസ്വാർത്ഥരായി ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ തുലവും കുറവുമാണ്. ഇത് ഈ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം അതാണ്. നമ്മുടെ മോശം പറയുന്നതല്ല. ഇപ്പൊ കോവിഡ് സമയത്ത് പോലും വല്ലാതെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ ഒരു കിറ്റ് നമ്മുടെ എല്ലാം മാറ്റിമറിച്ചില്ലേ. അപ്പോൾ അതത്രേ ഉള്ളൂ. അത് ഒരു കിറ്റ് കൊടുത്തില്ല വെച്ചിട്ട് അങ്ങനെ സംഭവിക്കില്ല. ഇപ്പോൾ നമ്മുടെ തന്നെ ഇവിടെ ഒരു MLA പറഞ്ഞു എല്ലാം മാറ്റി തിന്നുകൊണ്ട് പിന്നെ വോട്ടിട്ടില്ല എന്ന്. അയാളുടെ മനസ്സിൽ തോന്നുന്നത് ഇതാന്നേ, നിങ്ങൾ കൊടുത്തത് വോട്ടിന് വേണ്ടിയെന്നാണ്. അത് പറയാതെ അയാൾ പറയുകയാണ്. ഈ ബോധമുള്ള, ഈ ചിന്തയുള്ള നേതാക്കളാണ് രാജ്യത്ത് ഉള്ളതെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അവിടെയാണ് കോടതി ഇടപെടൽ വരുന്നത്. കോടതിയുടെ ഇടപാട് എന്തായാലും സ്വാഗതാർഹമാണ്. ഈ കോടതി നിർദ്ദേശത്തെ തുടർന്ന് സ്റ്റാലിന് മാത്രമല്ല, ഇത് സ്റ്റാലിന് മാത്രമായ വിധിയെ നമുക്ക് എടുക്കാനും കഴിയില്ല. രാജ്യത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകളും വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ഇത് ചെയ്യേണ്ടതുണ്ടോ? ഇത്തരത്തിൽ മനുഷ്യനെ മയക്കുന്ന സൗജന്യങ്ങൾ അനിവാര്യമായ ഘട്ടങ്ങളിലല്ലാതെ വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെയുള്ള ചില മേഖലകളിൽ അതും അനിവാര്യമായ കരങ്ങളിലേക്കാണ് ഇത് എത്തിപ്പെടുന്നതെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ബാധ്യത അവർക്ക് തന്നെയുണ്ട്, ഉത്തരവാദിത്വം അവർക്ക് തന്നെയുണ്ട്. അതല്ലാതെ ഇത് വാരി വിതറേണ്ടുന്ന ഒരു വിഷയമല്ല ഈ സൗജന്യങ്ങൾ എന്ന് പറയുന്നത്. അത് രാജ്യത്തിന്റെ വികസനത്തിന്, മുന്നോട്ടുള്ള പോക്കിനെ, പുരോഗതിയെ സാരമായി ബാധിക്കും. ഈ പൈസ ഇങ്ങനെ വാരി വിതറാറുള്ളതല്ല. നമ്മുടെ ആൾക്കാർക്ക് അർഹരായവർക്ക് മാത്രം വാരി വിതറുക. ബാക്കിയുള്ളവർക്ക് ഇത് അവരെ എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ആ ബോധ്യപ്പെടുത്തലൊടുവിൽ സ്വയം ഇങ്ങനെയുള്ള പെൻഷനുകളായാലും ശരി, ഈ പ്രഖ്യാപനങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തേണ്ടുന്ന ആ ഉത്തരവാദിത്വം സർക്കാരിനാണ്. അതില്ല എങ്കിൽ കോടതി ഈ നിർദ്ദേശത്തെ മാനിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് മാനിക്കാതിരിക്കലാണ് ഈ സർക്കാരുകൾ ചെയ്യുന്നത്. ഇതിനെ ഗൗരവമായി എടുക്കും. വരുന്ന ആളുകളിൽ ഇതിൽ മേലൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.